കൂടുതൽ വിവരങ്ങളുമായി VS അനന്തു നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. അനന്തു, തെരഞ്ഞെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അൻവർ പ്രതിപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കും VD സതീശനുമെതിരെ ഒരുപോലെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുതന്നെയാണോ അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അൻവർ സംസാരിക്കുന്നത്. സൈമ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചത്. ഏകദേശം 70,000-നും ഓളം വോട്ടുകൾക്ക് താൻ വിജയിക്കുമെന്നാണ് PV അൻവർ ഇന്ന് പറഞ്ഞത്. അത് നിഷ്പക്ഷ വോട്ടുകൾ, അതോടൊപ്പം തന്നെ LDF-ന്റെ വോട്ടുകളും UDF-ന്റെ വോട്ടുകളും സമമായി തനിക്ക് ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് PV അൻവർ പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായും അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു PV അൻവർ വിമർശനം ഉന്നയിച്ചത്. തന്നെ വഞ്ചകൻ എന്ന് വിളിച്ച മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ വഞ്ചകൻ, കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള ഒരു ആരോപണമായിരുന്നു PV അൻവർ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെയാണ് മുഹമ്മദ് റിയാസിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. വിവിധ വിഷയങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് PV അൻവർ പറഞ്ഞു. അതിന്റെ തുടക്കം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദനെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ ഒരു വഞ്ചനകളുടെ തുടക്കമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വയനാട് പുനരധിവാസത്തിലും മുഖ്യമന്ത്രി ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാണ് അൻവറിന്റെ ആരോപണം. വിവിധ വിഷയങ്ങളിൽ മലയോര മേഖലയിൽ അടക്കം, അതോടൊപ്പം തന്നെ കച്ചവടക്കാരുടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് തന്നെ വഞ്ചകൻ എന്ന് വിളിക്കാനുള്ള എന്ത് അധികാരമാണുള്ളതെന്ന ഒരു ചോദ്യവും അൻവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. PA മുഹമ്മദ് റിയാസിനെതിരെ വളരെ ശക്തമായ രൂക്ഷമായ ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെത്തിയതിനു ശേഷമാണ് പല രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളിലേക്ക് മുഖ്യമന്ത്രി വീണത്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ വിമർശനമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇതിൽ ഇടപെട്ടു എന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എന്നെത്തിയോ അന്നു മുതലാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടായത്. P ശശിയും അജിത് കുമാറും ADGP ആയിരുന്ന അജിത് കുമാറും അടക്കമുള്ളവരുടെ നെക്സസിലേക്ക് മുഖ്യമന്ത്രി വീഴുന്നത് അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ ഉപയോഗിച്ച് P ശശി അടക്കമുള്ള ആൾക്കാർ കള്ളക്കടത്തിന് കൂട്ടുനിന്നു അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഇന്ന് അൻവർ ഉന്നയിച്ചത്. അത്തരത്തിൽ പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രതിപക്ഷത്തിനെതിരെ വലിയ തരത്തിലുള്ള പറഞ്ഞ പോലെ തന്നെ വ്യക്തമാണ്. അനന്തു പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയം, സംസ്ഥാനത്തെ പ്രശ്നങ്ങളും മറ്റ് വികസന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്കല്ലേ ഇപ്പോഴത്തെ ഈ ഒരു നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത്? ആ ഒരു രീതിയിലേക്ക് പ്രചരണം കടക്കുന്നു എന്നല്ലേ? തീർച്ചയായും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കാണ് അൻവർ ഇന്ന് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയും പേരെടുത്ത് വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷത്തെ ഒട്ടാകെ ഒന്നും പറയുന്നില്ല എങ്കിൽ കൂടിയും പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണ് തന്റെ UDF പ്രവേശനത്തിന് വിഘാതമായി നിന്നത് എന്നുള്ള ഒരു കാര്യം അൻവർ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തന്റെ UDF പ്രവേശനത്തിന് വാതിൽ കൊട്ടിയടച്ചത് എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ ഒരു വിമർശനങ്ങളിലേക്കാണ് അൻവർ കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞപ്പോഴും താൻ ഒറ്റയ്ക്കാണുള്ളത്, മറ്റുള്ളവരെല്ലാം ഒറ്റക്കെട്ടല്ലേ, തനിക്കെതിരെ നിൽക്കുന്നതെല്ലാം ഒറ്റക്കെട്ടല്ലേ എന്നുള്ളൊരു കാര്യം അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം എപ്പോൾ തുടങ്ങുമെന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ മറുപടി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം തുടങ്ങാം. താൻ വെറുതെ നിന്നാലും വോട്ട് തരുന്ന ആൾക്കാർ നിലമ്പൂരിലുണ്ട്, താൻ അവർക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പ്രത്യേകിച്ചും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും എല്ലാം വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് അൻവർ ഉപയോഗിച്ചത്. സൈം അനന്തു, അതുപോലെ തന്നെ PV അൻവർ ഇങ്ങനെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതിന്റെ ബദലായി തന്നെ മറ്റ് LDF UDF മുന്നണികളും NDA മുന്നണിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. ഇന്ന് എങ്ങനെയാണ് ഇവരുടെയൊക്കെ പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഈ 3 സ്ഥാനാർത്ഥികളും ഇന്ന് പൊതുജനങ്ങളെ പരമാവധി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു തിരക്കുകളിലേക്കാണ് കടന്നിരിക്കുന്നത്. 3 പേരും വാഹന പ്രചരണ ഈ ജാഥകൾ അല്ലെങ്കിൽ വോട്ടർമാരെ നേരിട്ട് കാണാൻ പഞ്ചായത്തുകളിലേക്കുള്ള ഒരു വോട്ട് യാത്രയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് UDF സ്ഥാനാർത്ഥിയായുള്ള ആര്യാടൻ ഷൌക്കത്തിന്റെ പര്യടനം രാവിലെ ആരംഭിച്ചിരുന്നു. അദ്ദേഹം അമരമ്പലം പഞ്ചായത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പര്യടനം നടക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജിന്റെ വോട്ട് അഭ്യർത്ഥന വഴിക്കടവ് പഞ്ചായത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജും ജനങ്ങളെ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഈ 3 സ്ഥാനാർത്ഥികളും സജീവമായി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഇവർ കാണുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളും. വ്യക്തമാണ്, നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായി തന്നെയാണ് എല്ലാ മുന്നണികളും നടത്തുന്നത്. ഇതിനിടെ PV അൻവറും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് VS അനന്തു ആയിരുന്നു.